പിന്നീട് അങ്ങ് പറഞ്ഞു ഈ മറ്റ് സ്ഥാപനങ്ങളെ കുറിച്ച് അങ്ങനെയല്ല. സ്വാഭാവികമായും ദേശാഭിമാനിയായാലും ജനയുഗമായാലും വീക്ഷണമായാലും ഒക്കെ ജന്മഭൂമിയായാലും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ലെന്നല്ല പറയുന്നത്, അത് പറയുന്നത്. അപ്പൊ ഒന്ന് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പത്രമാണ്. അപ്പൊ കുറച്ചുകൂടി ആ വിഷയത്തിൽ മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും താല്പര്യം ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടായിട്ടത് പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് തർക്കിക്കണമെന്നില്ല. പക്ഷേ നിങ്ങൾ തന്നെ അറിയാതെ പറഞ്ഞു, ഞാൻ ഇനി അതിൽ പിടിക്കുന്നില്ല. എല്ലാ മാധ്യമങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ മുഖപത്രങ്ങളായി പ്രസിദ്ധീകരിക്കുന്ന മാധ്യമങ്ങൾക്ക് മാത്രമല്ല ഉത്തരവാദിത്വം. എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ആ കാര്യത്തിലെല്ലാം മാധ്യമങ്ങളെ സമീപിക്കുന്നതിൽ തുല്യമായ സമീപനവുമാണ് വേണ്ടത്. നിങ്ങളും മാധ്യമമാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മുഖപത്രവും ഒരു ഉത്തമ മാധ്യമമായി തന്നെ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അതിനിടയിൽ വേറൊരു വേർതിരിവിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചും ഇങ്ങനെ ആലോചിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഈ കൂട്ടത്തിലുള്ള ഒരു മാധ്യമം, ആ മാധ്യമത്തിൽ കുംഭമേളയെക്കുറിച്ചൊരു പരിപാടി അവതരിപ്പിച്ചു. ഉടനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ചാനലിൻ്റെ മുതലാളി ആ പരിപാടിയുമായി ബന്ധപ്പെട്ടവരെയെല്ലാം വിളിച്ചു വരട്ടി. ഈ വിവരം അപ്പോൾ തന്നെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഉടനെ ചാടി വീഴുകയല്ല ചെയ്തത്. അത് ആ ഡെസ്കിൽ നടക്കുന്ന എഡിറ്റോറിയൽ ഇടപെടലും മാധ്യമ സ്ഥാപനത്തിൻ്റെ നയവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം എന്ന നിലയിൽ ഞങ്ങൾ കണ്ടുള്ളൂ. പക്ഷേ ചാനലിൻ്റെ മുതലാളി അത് പരസ്യപ്പെടുത്തി. അദ്ദേഹം അത് പരസ്യമായി പറഞ്ഞു, ഞാനിങ്ങനെ വിളിച്ച് താക്കീത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുള്ളതല്ലേ? അത് എത്ര മാധ്യമങ്ങൾ നിങ്ങൾ വാർത്തയാക്കി കൊണ്ടുവന്നു? അതെന്താ വാർത്തയാക്കി കൊണ്ടുവരാത്തത്? അപ്പോൾ ഒരു മാധ്യമത്തിൻ്റെ ഡെസ്കിൽ നടക്കുന്ന ചർച്ചകളോ തർക്കങ്ങളോ വ്യത്യസ്തമായ നിലപാടുകളോ അതിൻ്റെ ഭാഗമായി വാർത്തകളിൽ സ്വീകരിക്കുന്ന നിലപാടോ സാധാരണ നിലയിൽ ഇങ്ങനെ വിവാദമാകാറില്ല. അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇനി നമുക്ക് ആ നയം മാറ്റാമെന്നാണോ? ഓരോ ചാനലിൻ്റെയും ഓരോ പത്രത്തിൻ്റെയും ഡെസ്കിൽ വാർത്തകൾ സ്വീകരിക്കുന്നതും മാറ്റിവെക്കുന്നതും സംബന്ധിച്ചുണ്ടാകുന്ന അഭിപ്രായങ്ങളും അതിന്മേലുണ്ടാകുന്ന സംവാദവും തർക്കവും നേരത്തെ നിങ്ങൾ വഴി വന്നുകൊണ്ടാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘർഷാത്മകമായ സാഹചര്യങ്ങളും ഒക്കെ ഇനി നമുക്ക് എല്ലാവർക്കും വാർത്തയായി ഉയർത്തിക്കൊണ്ടുവരാം എന്നാണോ പൊതു നിലപാട്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അങ്ങനെയാവാം. സ്വരാജേട്ടൻ പറഞ്ഞതുപോലത്തെ ഒരു നിലപാടാണോ ദേശാഭിമാനി പോലുള്ള CPM-ന്റെ മുഖപത്രത്തോട് സ്വീകരിക്കേണ്ടത്? മറ്റേത് ചില വ്യക്തികൾ നടത്തുന്നതായിരിക്കും, അല്ലെങ്കിൽ കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾ നടത്തുന്നതായിരിക്കും. അതുപോലെ അല്ലല്ലോ ദേശാഭിമാനി. ഈ പറഞ്ഞതിൻ്റെ ഞാൻ എൻ്റെ സ്വേച്ഛയായുള്ളൊരു വ്യാഖ്യാനം കൊടുക്കുക. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ തിരുത്താം. അതായത് ദേശാഭിമാനി സാധാരണഗതിയിൽ മാധ്യമങ്ങൾ അഭിമുഖീകരിക്കുന്നതായ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഏറ്റവും മികച്ച നിലയിൽ ഒരു പോറലുമേൽക്കാതെ നിലനിൽക്കണം. ഞങ്ങളൊക്കെ കുറച്ച് പോറലൊക്കെ ഏറ്റാലും ഞങ്ങളോട് ക്ഷമിച്ചു തരണം എന്നാണ് നിങ്ങൾ പറയുന്നതിൻ്റെ സെൻസെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം, നമുക്ക് അങ്ങനെ ആലോചിക്കാം. ഏതായാലും ദേശാഭിമാനി അങ്ങനെ ഒരു പ്രതീക്ഷ നിങ്ങൾ അർപ്പിക്കുന്നതിൽ ഒരു ദേശാഭിമാനിക്കാരൻ എന്ന നിലയിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാനത് പ്രകടിപ്പിക്കും. അല്ല, ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് സാങ്കല്പികമായ മറുപടി പറയാൻ പറ്റൂ. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന മാധ്യമപ്രവർത്തകരായ നിങ്ങൾ, എനിക്കെല്ലാവരും ഒന്നും നേരിട്ട് പരിചയമില്ല, പക്ഷേ നിങ്ങളൊക്കെ പ്രഗത്ഭരായിട്ടുള്ള മാധ്യമപ്രവർത്തകരാണ്. നിങ്ങൾക്കും ദേശാഭിമാനി വാരാന്ത പതിപ്പിലേക്ക് എന്തെങ്കിലും സൃഷ്ടികളുണ്ടെങ്കിൽ തരാവുന്നതാണ്. നിങ്ങൾ ഞങ്ങളെ വിമർശിക്കുന്നവരാണല്ലോ കരുതിയിട്ട് ഞങ്ങളത് അതിനൊരു വിലക്കുമില്ല, നിങ്ങൾക്കൊക്കെ തരാം. പക്ഷെ തന്നു കഴിഞ്ഞാൽ അത് പ്രസിദ്ധീകരിക്കണമോ വേണ്ടയോ എന്നത് തീർച്ചയായും ദേശാഭിമാനിയുടെ തീരുമാനമാണ്. പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ മുക്കി എന്നൊന്നും പറഞ്ഞു കളയരുത്. അങ്ങനെയല്ല, അതിൽ പ്രസിദ്ധീകരിക്കാവുന്ന ഞങ്ങൾ പ്രസിദ്ധീകരിക്കും, നിങ്ങൾക്കും തരാം. അപ്പോൾ നിങ്ങൾ അത് തയ്യാറാക്കുന്ന സമയത്ത് ഒരാളോട് ഇത് ദേശാഭിമാനിക്ക് വേണ്ടി തയ്യാറാക്കുകയാണെന്ന് പറഞ്ഞാൽ അത് ദേശാഭിമാനിക്ക് വേണ്ടിയാണ് എന്ന ആൾ ധരിക്കും. ദേശാഭിമാനി അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ സ്വീകരിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. നിങ്ങളിവിടെ പറഞ്ഞു, ഇപ്പോൾ ഒരാൾ അന്ന് തന്നെ എന്നോട് ചോദിച്ചല്ലോ, ഇന്നയാൾ തെറ്റുപറ്റി എന്ന് തിരുത്തിയിട്ടുണ്ട്. ഞാൻ എന്താ മറുപടി പറഞ്ഞത്? എനിക്കങ്ങനെ ഒരാളെ അറിയില്ല, എനിക്ക് പരിചയമില്ല എന്നാണ്. അദ്ദേഹം അറിയപ്പെടുന്ന ആളല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് പരിചയമില്ല, നമ്മുടെ മുൻപിലുള്ള ഒരു വിഷയമല്ല എന്നാണ് പറഞ്ഞത്. ആരൊക്കെ എന്തൊക്കെ വിഷയങ്ങൾ ലേഖനം എഴുതും, അവർക്ക് ആ വിഷയങ്ങളിൽ എഴുതിയ ലേഖനങ്ങൾ ദേശാഭിമാനിക്ക് തരാം. പ്രസിദ്ധീകരിക്കേണ്ടതാണോ എന്ന് ദേശാഭിമാനിയല്ലേ തീരുമാനിക്കുക. അതിലെങ്ങനെ നിങ്ങൾ ഇടപെടും? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ പറയൂ, എന്നെ ബോധ്യപ്പെടുത്തും. അതാണ് പറഞ്ഞത്. നിങ്ങളിപ്പോൾ പോയി ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്നു, നിങ്ങൾ ദേശാഭിമാനിക്ക് വേണ്ടിയാണ് പോകുന്നതെങ്കിൽ ദേശാഭിമാനി നല്ല ധരിക്കുക. ഈ ലേഖനം എഴുതിയ ആൾ ദേശാഭിമാനിയുടെ റിപ്പോർട്ടറാണോ? ഞാൻ അദ്ദേഹത്തെ എഴുത്തിയിട്ടല്ല, ആരെയും വ്യക്തിപരമായിട്ട് എഴുതാൻ ആഗ്രഹിച്ചിട്ടല്ല പറയുന്നത്. ഞാൻ പറയുന്നത് നൂറുകണക്കിന് സൃഷ്ടികൾ ദേശാഭിമാനിക്ക് വരാറുണ്ട്, പ്രത്യേകിച്ച് വാരാന്ത പതിപ്പിൽ. എല്ലാ വാരാന്ത പതിപ്പും അങ്ങനെയല്ലേ വരിക? ലൈറ്റ് റീഡിംഗ് മെറ്റീരിയലുകളല്ലേ വരാറുള്ളത്. അതിൽ നിങ്ങളെല്ലാവരും കിട്ടുന്ന മുഴുവൻ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ എത്ര വാരാന്ത പതിപ്പ് ഇറക്കേണ്ടി വരും? അതിന് പത്രത്തിൻ്റെതായ രീതികളില്ലേ? ഇവിടുത്തെ പ്രശ്നം എന്താണ്?
നിങ്ങൾ ഈ പരാമർശിക്കുന്ന വിഷയം കൊണ്ടല്ല ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പ് വൈകിയത് എന്നതല്ലേ ഞങ്ങൾ വിശദീകരിച്ചത്. ദേശാഭിമാനി വാരാന്ത പതിപ്പ് ഒരു ദിവസം വൈകി എന്നതല്ലേ നിങ്ങൾ വാർത്തയായി ഉയർത്തിക്കൊണ്ടുവന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ടതല്ല എന്ന് അപ്പോൾ പറയുന്നു, ഇപ്പോഴും പറയുന്നു. ആദ്യം പറഞ്ഞത് വീണ്ടും വൈകി വന്നവർക്ക് വേണ്ടി ആവർത്തിക്കുന്നു. നിങ്ങൾ തുടർച്ചയായി ദേശാഭിമാനിക്കെതിരെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചു. അതൊരു മാധ്യമധർമ്മത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. അച്ചടിച്ച പത്രം വിതരണം ചെയ്തില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അച്ചടിച്ച പത്രത്തിന്റെ കോപ്പി തരയാൻ പരസ്യ ആഹ്വാനം ഉണ്ടായി ഒരു മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗത്തു നിന്ന്. ഏത് നിലവാരത്തിൽ നിന്നിട്ടാണ് ഇത് പറയുന്നത്? പിന്നെ അതിൽ നിന്ന് വിട്ടു മലയാള മനോരമ. ഞാൻ ആദ്യം 2 മാധ്യമം എന്ന് പറഞ്ഞുള്ളൂ. മലയാള മനോരമയും മാതൃഭൂമിയും ദിനപത്രം പിറ്റേ ദിവസം കൊടുത്ത വാർത്തയിൽ പത്രം അച്ചടിച്ചിട്ടില്ല എന്ന് ഭംഗ്യന്തരേണ സമ്മതിച്ചു. ആദ്യം നടന്ന പ്രചരണത്തിൽ നിന്ന് പുറകോട്ട് പോയി. VS ഒഴിവാക്കി എന്ന നിലയിൽ വലിയ ആക്ഷേപം ഉയർത്തിക്കൊണ്ടുവന്നു. അതൊക്കെ എത്രമാത്രം ഹീനമാണ്, ആരും ചിന്തിക്കാത്തൊരു കാര്യമല്ലേ. പിന്നെ അതിൽ നിന്ന് പുറകോട്ട് പോയി മൂന്നാമത് ഉയർത്തിക്കൊണ്ടുവന്ന വിവാദമാണ് നാടക സംബന്ധിയായിട്ടുള്ള പ്രശ്നം, ഈ രചനയുമായി ബന്ധപ്പെട്ട പ്രശ്നം. അതിന് അന്ന് പറഞ്ഞ മറുപടി ഇന്നും പറയുന്നു. ഞങ്ങളുടെ പത്രം ഒരു ദിവസം വൈകി എന്നത് അന്ന് വിശദീകരിച്ച സാങ്കേതിക കാരണങ്ങളാലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം, ഇതിൽ ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അന്ന് ഞാൻ 1 യൂണിറ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ വിശദാംശം വേണമെങ്കിൽ ഇനി പറഞ്ഞു തരികയും ചെയ്യാം. ഈ പറയുന്ന പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല. അത് പത്രം വൈകിയതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമല്ല. ഇനി ലേഖനം കിട്ടിയത് നിങ്ങൾ പ്രസിദ്ധീകരിച്ചില്ല എന്നതാണ് പ്രശ്നമെങ്കിൽ അത് അങ്ങനെ ഉന്നയിക്കണം. അത് ഞാനിപ്പോൾ ഏറ്റവും മിതമായ നിരക്ക് പറയുന്നു. ഏതൊക്കെ പ്രസിദ്ധീകരിക്കണമെന്നും ഏതൊക്കെ പ്രസിദ്ധീകരിക്കേണ്ടതെന്നും തീരുമാനിക്കാൻ അതത് മാധ്യമങ്ങളുടെ എഡിറ്റോറിയൽ വിഭാഗത്തിന് അവകാശമുണ്ട്. ഞങ്ങളുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്കെന്ത് അവകാശം? സംഗതിയൊക്കെ മാധ്യമമാണ്. പക്ഷെ അതിൽ ഒരു പ്രശ്നമില്ലേ? നിങ്ങൾ ഓരോ ദിവസം നിങ്ങൾക്ക് ഇതിലിപ്പം പത്രം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഞാൻ പത്രത്തെക്കുറിച്ച് മാത്രം പറയാം. ഇതിൽ പത്രം പ്രസിദ്ധീകരിക്കുന്ന സ്ഥാപനങ്ങൾ നിങ്ങളുടെ വാരാന്ത പതിപ്പിലേക്ക് ഏതൊക്കെ സൃഷ്ടികൾ കിട്ടി എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പറയുമോ ഇവിടെ ആ സൃഷ്ടികൾ ഏതൊക്കെയാണെന്നുള്ളത്? അതിൽ ഇന്ന സൃഷ്ടികൾ മാറ്റിവെച്ചത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ വിശദീകരിക്കുമോ? അതിന് വിശദീകരിക്കേണ്ടതുണ്ടോ? പറയൂ. പുതിയ മാധ്യമ പാഠങ്ങളുണ്ടെങ്കിൽ എന്നെ പഠിപ്പിക്കൂ. നിങ്ങൾ പറയൂ. യെസ്, ഇനി എന്താ പറയാനുള്ളത്? ഇനി എന്തെങ്കിലും മുക്കി എന്നുള്ള അല്ല, നിങ്ങൾ ചിലർ കൊടുത്ത വാർത്തയാണ് മുക്കി. വാരാന്ത പതിപ്പിലേക്ക് ഇനി അങ്ങനെ ഒരു ലേഖനം വന്നു എന്നിരിക്കട്ടെ, അത് പ്രസിദ്ധീകരിക്കേണ്ട തീരുമാനിച്ചാൽ മുക്കി എന്നോ? എവിടെ നിന്നാണ് മാധ്യമപ്രവർത്തനത്തിന്റെ ഇത്തരം പ്രയോഗങ്ങൾ വരുന്നത്? നിങ്ങളുടെ വാരാന്ത പതിപ്പിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന 100 കണക്കിന് സൃഷ്ടികളിൽ നിങ്ങൾ ഒരെണ്ണം തിരഞ്ഞെടുക്കുമ്പോൾ ബാക്കി 99 നിങ്ങൾ വേണ്ട എന്ന് വെക്കുന്നു. അതിന് മുക്കി എന്നാണോ പറയുക? അതിന് മുക്കി എന്നാണോ പറയുക? അത് തീർത്തും അനുചിതമായി പോയി. അത് ശരിയായില്ല എന്ന് ഞാൻ നിങ്ങളോട് വിനയപൂർവ്വം പറയുന്നു.